ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 72 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായ മതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. ഭൂയക്രമാദവിവിശൻ ഭവദംഘ്രിഭൂതം വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്യം ആനന്ദമഗ്നൈവ ലഗ്നൈവ പ്രമോഹേ കിം കിം ദശാന്തരമപാപ നപങ്കജാക്ഷാം. അന്വയം അർത്ഥം. ഭൂയാക്രമാൻ വീണ്ടും പടിപടിയായി. ഭവദംഘ്രിഭൂതം അങ്ങയുടെ കാലടികൾ. ഹരിവിരിഞ്ച സുരാഭിമന്യം ശിവൻ ബ്രഹ്മാവ് ദേവന്മാർ എന്നിവരാൽ വർണ്ണിക്കപ്പെടുവാൻ യോഗ്യമായ വൃന്ദാവനം വൃന്ദാവനത്തെ അവിഭിഷൻ പ്രവേശിച്ചവനായി. ആനന്ദമഗ്നൈവ ആനന്ദത്തിൽ മുഴുകിയവനാണെന്ന് തോന്നത്തക്ക വിധം. പ്രമേഹി വലിയ മയക്കത്തിൽ. ലഗ്നൈവ ലയിച്ചവനെ പോലെ ഇരിക്കുന്നവനായ അക്രൂരൻ. കിം കിം ദശാന്തരം ഏതെല്ലാം അവസ്ഥകളെയാണോ പങ്കജാക്ഷ കൃഷ്ണ ന അവാവ പ്രാപിക്കാഞ്ഞത്. ഹരിവും. സാരം. അക്രൂരൻ ഓരോ സ്ഥലമായി കടന്ന് ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞ പരിശുദ്ധവും ശിവൻ ബ്രഹ്മാവ് ദേവന്മാർ എന്നിവർക്ക് പോലും വന്ദിക്കുവാൻ യോഗ്യമായ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഉയർന്നുയർന്ന് വന്നുകൊണ്ടിരുന്ന ഭഗവത് ഭക്തിയുടെ ഉച്ചസ്ഥമായ അവസ്ഥ കൊണ്ട് അതിലില്ലാത്ത ആനന്ദ സാഗരത്തിൽ ആറാടി അബോധാവസ്ഥയിൽ എന്ന പോലെ അക്രൂരൻ ഏതെല്ലാം ഭാവങ്ങൾക്കാണ് വിധേയനായത് എന്ന് പറയാനാവില്ല. അത്രയ്ക്കും ഭക്തിയുടെ കൊടുമുടിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് കയറി. ഹരിവും. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. പശ്യനവന്തദാ ഭവൻ വിക്യതി സ്ഥലാനി പാംസൃഷ്ടവേഷ്ടദാ ഭവൻ ചരണാങ്കിതേഷു കിം ബ്രൂമഹേ ബഹുജനാഹി തദാഭിജാതാ ഏവം തു ഭക്തി തരളാ വിരളാ പരാത്മൻ. അന്വയം അർത്ഥം. പശ്യൻ വൃന്ദാവനം കണ്ടിട്ട്. പദൻ വിഹൃതി സ്ഥലാനി അങ്ങയുടെ ലീലാരാമങ്ങളായ സ്ഥലങ്ങളെ. അവന്തത വന്നിച്ച്. ഭവച്ചരണാങ്കിതേഷു അങ്ങയുടെ പാദങ്ങൾ പതിഞ്ഞ. പാംസുഷു പൊടികളിൽ. അവേഷ്ടത കിടന്നുരുണ്ട്. പരാത്മൻ പരാത്മസ്വരൂപൻ. കിം ബ്രൂമഹേ ഞങ്ങൾ എന്തു പറയട്ടെ. തദാവി അപ്പോഴും. ബഹുജനാഹ ബഹുജനങ്ങൾ. ജാതാഹി ജനിച്ചുവെങ്കിലും. ഏവം ഇപ്രകാരം. ഭക്തി തരള ഭക്തി വിവശന്മാരാകട്ടെ വിരള വളരെ കുറവാണ്. ഹരിവും. സാരം. ഭഗവാൻ ലീല ചെയ്ത സ്ഥലങ്ങൾ കണ്ട അക്രൂരൻ അവിടെ കൈകൂപ്പി നിലത്തു വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു. ഭഗവാന്റെ കാലടികളിലെ മുദ്ര പതിഞ്ഞ മൺപാളികളിൽ അയാൾ വീണുരുണ്ടു. അക്രൂരൻ്റെ ഭക്തിപരവശമായ ഭാവങ്ങൾ എങ്ങനെ വർണ്ണിക്കാനാണ്. അപ്പോൾ അവിടെ ജനിച്ചു വളർന്ന ആളുകൾക്കും ഭഗവാനെ നേരിൽ കാണാൻ കഴിഞ്ഞവർക്ക് പോലും ഇത്തരം ഭക്തിപാരവശ്യം ഉണ്ടായിട്ടില്ല. ഹരിവും.